കേസിൽ പെട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ 2017 ഒരു ക്രിമിനൽ പറയുകയാണ്, ഇന്നാൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. കേരള സമൂഹം ദിലീപിനെ തള്ളി പറഞ്ഞു, ഭീകരമായിട്ട് ഒറ്റപ്പെടുത്തി. ചെയ്യാൻ അയാളോട് കാണിക്കാൻ പറ്റുന്ന എല്ലാ ക്രൂരതയും കാണിച്ചു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും ഇതേ ആരോപണം വന്നു. വേടന് സമാനമായി വന്ന ആരോപണമാണ്. അതൊന്നും തന്നെ ആ നിമിഷം അല്ലെങ്കിൽ ഇന്നുണ്ടായ പീഡനം നാളെ പറഞ്ഞതല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് പിന്നീട് ഹേമ കമ്മീഷനിൽ പറയുന്നത്. വേടനെതിരെയും ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. പക്ഷേ വേടൻ ഇത് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്തുണ്ട്. മാപ്പ് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചായിരുന്നു ന്യായീകരണം. ഈവൻ പാർവതി തിരുവത്ത് പോലും മാപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ പോയി ലൈക്ക് അടിച്ചതിൻ്റെ പേരിൽ പിന്നീട് വലിയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കണം. ഇനി ഞാൻ എവിടെയാണ്, അതാ ഞാൻ പറഞ്ഞത്, 2021, 22, 23, 24, 25 തുടക്കത്തിലോ നമ്മൾ ആരും വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വേടൻ പൂർണ്ണമായും ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമാണ് വേടനെ നമ്മൾ കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ വരികളിൽ കുറച്ചും കൂടെ പറഞ്ഞ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ട് എന്നത് മാറ്റിവെച്ചാൽ ഒരു ഭാഗത്ത് പോലും അയാളെന്ന് പറയുന്ന കലാകാരൻ നമുക്ക് നാളിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എപ്പോഴാണ് നമുക്കിത് തോന്നിയത്?